ഹലോ, ഗുഡ് ഈവനിങ്. നമുക്കിന്നൊരു കേക്ക് ഉണ്ടാക്കാം. നമ്മുടെ ബനാനയൊക്കെ വല്ലാണ്ട് കറുത്ത് നിറം പോയി കഴിഞ്ഞാൽ ആർക്കും കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം നമുക്ക് അതുകൊണ്ട് ടേസ്റ്റി ആയൊരു കേക്ക് ഉണ്ടാക്കാം. അതിനായി 3 മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് വീണ്ടും നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ, ഒരു 3 ഗ്രാമ്പൂവും ചേർത്ത് നന്നായി പൊടിച്ച് അതും കൂടി ഈ മിക്സിലേക്ക് ചേർത്ത് വീണ്ടും ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഈ മിക്സിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി, കൂടുതലായി അടിക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി ഈ ലിക്വിഡ് ബട്ടർ റെഡിയാക്കി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മൈദ മിക്സ് ചേർക്കാം. 1 കപ്പ് മൈദയിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് 2-3 വട്ടം അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 2-3 ടൈംസ് ആയിട്ട് ഇട്ട് ഇളക്കിയാൽ മതി. മുഴുവനുമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കട്ട കെട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൂടുതലായി ഇളക്കാതെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബനാന. ഇത് നമ്മളൊരു മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഇതും കൂടി ഈ ബാറ്ററിലേക്ക് ഒഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കേക്ക് ടിൻ ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് നന്നായിട്ട് ബട്ടറോ ഓയിലൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ടും ചേർക്കാം കേട്ടോ. പക്ഷേ എൻ്റെ കാഷ്യൂനട്ട് ഇല്ലാത്തതുകൊണ്ട് ചോക്ലേറ്റ് ചിപ്സാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 35 മിനിറ്റ്സ് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇത് നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ടേസ്റ്റിയായ കേക്കാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്